ഞാൻ ഓർക്കുന്നു അന്ന് എന്റെ പള്ളിയിൽ വന്നിട്ട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അയാളുടെ അവസാന രംഗം TV ചാനലുകൾ പുറത്തു വിട്ടത് കണ്ടിട്ട് ഞാൻ ഉറങ്ങാനും കഴിഞ്ഞില്ല. അയാൾ നോക്കുന്നത് എങ്ങോട്ടാണെന്ന് ലോകത്തിന് പറയാൻ കഴിയില്ല. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിഷയം അവിടെ എത്തുമ്പോൾ നമ്മളത് സംസാരിക്കുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് അല്ലാഹു കൊടുത്ത ആയുസ് തീർന്നാൽ മലക്കുകൾ അയാളെ വന്ന് പിടിച്ചു വെക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായി. കുഴഞ്ഞു വീഴുമ്പോൾ ഈ മലക്കുകൾ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും ഇരിക്കുകയായി. ചിന്തിക്കൂ, ഞാൻ കഥ പറയുകയല്ല, നിങ്ങളോട് വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനടക്കം നമുക്കെല്ലാവർക്കും വരാനുള്ള രംഗം എന്റെ സഹോദരാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ റൂഹ് പഠിക്കാനായി നിയോഗിക്കപ്പെട്ട മലക്കുകൾ അതാ നമ്മുടെ ചുറ്റുഭാഗത്തും വന്നിരിക്കുകയായി. ഇത്ര മലക്കുകളാ? ഒരു മലക്കല്ല, 2 അല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 7000 മലക്കുകളാണ്. ആരുടെ റൂഹ് പിടിക്കാൻ? കേവലം 5 അടി 6 അടി പൊക്കമുള്ള മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് 7000 മലക്കുകളാണ്. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 70,000 മലക്കുകൾ ഉണ്ടാകുമത്രേ. അവസ്ഥയൊന്ന് ചിന്തിക്കണേ നിങ്ങൾ. 70,000 മലക്കുകളതായി മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും വന്നിരിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ടതാ ഈ സംഘം മലക്കുകൾ വന്നിരിക്കുകയായി. അയാൾക്ക് അല്ലാഹു കൊടുത്ത സെക്കൻഡ് അങ്ങ് കഴിഞ്ഞാൽ തലയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന അസ്റായീൽ അലൈഹിസ്സലാം ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളോട് പറയും, ഇയാളുടെ സമയം തീർന്നിരിക്കുകയാ, ഇയാളുടെ റൂഹുമായി തന്നാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് റൂഹ് പിടിച്ചോളോ. ആ സമയത്തതാ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന 70,000 മലക്കുകൾ 4 സംഘമായി മാറുമത്രേ. 4 സംഘമായി മാറും. ആദ്യത്തെ സംഘം അതാ കാലിന്റെ തള്ളവിരലിലേക്ക് ഇറങ്ങുകയാണ്. 70,000 മലക്കുകൾ 4 സംഘമായി മാറും. ആദ്യത്തെ സംഘം മലക്കുകൾ കാലിന്റെ തള്ളവിരൽ മുതലതാ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ തള്ളവിരലിലേക്ക് ഇറങ്ങും. തള്ളവിരൽ മുതലതാ അവർ ഇറങ്ങിയിട്ട് ഓരോ കോശങ്ങളിൽ നിന്ന്, എത്ര കഠിനമാണ് ആ രംഗമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഓരോ കോശങ്ങളിൽ നിന്ന്, മനുഷ്യ ശരീരമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കായ കോശങ്ങളാണല്ലോ. ഓരോ കോശങ്ങളിലെ ആഴ്ന്നിറങ്ങിയിട്ട് ആ കോശങ്ങളിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിക്കുകയാണവർ. ഓരോ കോശത്തിലും റൂഹുണ്ട്. ആ കോശത്തിൽ നിന്നൊക്കെ പിടിച്ചു വലിക്കുകയാണ്. വല്ലാത്ത വേദനയാ. അതാ റൂഹുമായി 1-ാം സംഘം മലക്കുകൾ മുട്ടിലേക്കെത്തുകയാണ്. മുട്ടിലേക്കെത്തിയാൽ 1-ാം സംഘം മലക്കുകൾ മാറുകയായി. 2-ാം സംഘം മലക്കുകൾ വരും. 2-ാം സംഘം മലക്കുകൾ വന്ന് മുട്ട് മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുന്നു. മുട്ട് മുതൽ റൂഹിനെ പിടിച്ചു വലിച്ച് ഓരോ കോശങ്ങളിൽ നിന്നും, നാടിഞരമ്പുകളിൽ നിന്നും റൂഹിനെ പിടിച്ചു വലിച്ചവർ കൊണ്ടുവരും. ഊരയിലേക്ക് റൂഹിനെ കൊണ്ടുവരുന്നതാണ്. ഊരയിലേക്ക് റൂഹെത്തിയാൽ 2-ാം സംഘം മലക്കുകളും മാറുകയായി. 3-ാം സംഘം മലക്കുകൾ വരുന്നു. 3-ാം സംഘം മലക്കുകൾ വന്ന് ഊരയിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ടതാ റൂഹിനെ അവർ നെഞ്ചുവരെ കൊണ്ടുവന്ന് വെക്കുകയാണ്. നെഞ്ചിലേക്ക് റൂഹെത്തിയാൽ 3-ാം സംഘം മാറുകയായി. 3-ാം സംഘം മലക്കുകൾ ഊര മുതൽ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വയറിലതാ വല്ലാത്ത അസ്വസ്ഥതയാണ്. വയറിൽ നിന്ന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ. അവർക്ക് ബാത്റൂമിൽ പോയി ഇരിക്കണമെന്ന് തോന്നുന്നു. ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന് മക്കൾ താങ്ങി പിടിച്ചു കൊണ്ടുപോയി ഇരുത്തി നോക്കുന്നു. മലം വിസർജിക്കാനില്ല, മൂത്രമൊഴിക്കാനില്ല. പിന്നെ ഇതെന്താ? റൂഹ് പിടിക്കുന്നതിന്റെ പ്രയാസങ്ങളും വേദനകളുമാണ്.
അസ്വസ്ഥതകളാണ്, കൊണ്ടുപോയി കിടത്തുന്നു. അപ്പോഴേക്ക് റൂഹദാ നെഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്ക് മൂന്നാം സംഘം മലക്കുകൾ മാറി, നാലാം സംഘം മലക്കുകൾ വരും. നാലാം സംഘം മലക്കുകൾ നെഞ്ചിൽ നിന്ന് ആ റൂഹ് പിടിച്ചു പൊളിക്കുന്നത്, പിടിച്ചു പൊടിക്കുന്നു നാല് ഭാഗത്തുകൂടെയും. അപ്പോഴേ പിൻഭാഗത്ത് നിന്ന് കുളത്തിട്ട് വലിക്കുന്ന പോലെ, നെഞ്ചിൽ എന്തോ ഭാരം കയറ്റി വെച്ച പോലെ അതാ പിടിച്ചു വലിക്കുന്നു. റൂഹ് തൊണ്ടൻകുഴിയിലേക്ക് എത്തുകയായി. തൊണ്ടൻകുഴിയിലേക്ക് റൂഹ് എത്തിയാൽ നാലാം സംഘം